PC അഭിലാഷിന്റെ പാൻ ഇന്ത്യൻ സ്റ്റോറി മികച്ച പ്രതികരണം നേടി IFFKയിൽ പ്രദർശനം തുടരുന്നു. IFFKയ്ക്ക് ആദ്യമായി എത്തുന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അഭിനയിച്ച വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേരള വിഷൻ ന്യൂസിനോട് സന്തോഷം പങ്കുവച്ചപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന മലയാളം സിനിമ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടി IFFKയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ അഭിനയിച്ച വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേരള വിഷൻ ന്യൂസിനോട് ചേരുകയാണ്. എന്ത് തോന്നുന്നു? വളരെ അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്നു. ആദ്യമായിട്ടാണ് IFFKയിൽ. അപ്പോൾ അതിൽ നമ്മുടെ ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഭയങ്കര സ്വീകാര്യതയും കിട്ടിയത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. പ്രേക്ഷകരൊക്കെ എന്ത് പറയുന്നു സിനിമ കണ്ടിട്ട്? ഞാൻ ചെയ്തതിൽ ഏറ്റവും നന്നായ പടമാണെന്നൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ. അതും ഇവിടുത്തെ ഒരു ഓഡിയൻസ് അല്ല, അങ്ങനെയാണല്ലോ പൊതുവേ നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് ബുദ്ധിജീവികൾ എന്ന പരിപാടിയാണ് ഫെസ്റ്റിവലിന്. അപ്പോൾ ഈ ഫെസ്റ്റിവലിൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത്ര ട്രൂ ആയിട്ടുള്ള ഫിലിം ലവേഴ്സാണ്. അപ്പോൾ അവരെ കാണുന്നത് വളരെ സീരിയസ് ആയിട്ടാണല്ലോ സിനിമ. 10-13,000 പേരാണ് ഇത്തവണ പാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് വന്ന് അത്രയും സീരിയസ് ആയിട്ടൊരു സിനിമയെ കാണുക, എന്നിട്ട് അതിന് നല്ലൊരു അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഫെസ്റ്റിവലിൽ ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ടാണ്. സിനിമ ഏതെങ്കിലും കണ്ടായിരുന്നോ? കണ്ടു, ഞാൻ 5 സിനിമ കണ്ടു. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല സിനിമകളാണ്. പൊതുവെ ചലച്ചിത്രമേളയിലെ സിനിമകളൊക്കെ പറ്റി നല്ല അഭിപ്രായമാണ് വരുന്നത്. അതെ അതെ, ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പോൾ മലയാളത്തിലെ തന്നെ 2 സിനിമകൾ കാണാൻ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അപ്പുറം, പിന്നെ ഫെമിനിച്ചി ഫാത്തിമ. പിന്നെ വിദേശ സിനിമകൾ 3-4 കണ്ടു. അതിൽ എൽബോ എന്ന് പറഞ്ഞ പടം എനിക്കിഷ്ടമായി. പിന്നെ എമിലിയ പെരേസ് എന്ന് പറയുന്നൊരു സിനിമ ഇഷ്ടമായി. പിന്നെ ഏതായിരുന്നു, പിന്നെ പേരറിയാത്ത ഏതൊക്കെയോ ഇനിയും കാണാനുണ്ട്. IFFKയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് എങ്ങനെയുണ്ട് ചലച്ചിത്രമേളയുടെ ഒരു വൈബ്? അടിപൊളിയാണ്. എനിക്ക് ആദ്യത്തെ അനുഭവമാണ്, ഗംഭീരമാണ്. അപ്പോൾ ഇനി ഒരിക്കലും മിസ്സാക്കരുതെന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇനി എല്ലാ മേളയ്ക്കും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു, ഒരുപാട് നന്ദി. ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.